ഗായ്സ്, വെൽക്കം ടു ഫാരീസ് വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് ഞാൻ എൻ്റെ കസിൻ ഉണ്ടാക്കിയൊരു എയർമാടാണ്. അപ്പം നമുക്ക് എയർമാടത്തിലേക്ക് കടന്നാലോ? നമുക്ക് എയർമാടത്തിലേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ എയർമാടം. അപ്പം നമുക്ക് കടന്നിട്ട് ഉള്ളിൽ നിന്ന് വിശേഷങ്ങളൊക്കെ. ഇതിൻ്റെ കസിൻ്റെ അനിയത്തിയാണ്. അപ്പം ഇതാണ് നമ്മുടെ എയർമാടം. ഏകദേശം ഒരു 3 ആൾക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കാം, പിന്നെ ഒരു 6 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാം. ഇതാണ് നമ്മളെ എയർമാടം. പിന്നെ നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ട് കുറച്ച് മണമൊക്കെ ഉണ്ടായിട്ട് ഒരു ഇത്, പിന്നെ ഇതിങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ സൈഡിക്ക് എവിടെയെങ്കിലും മാറ്റിക്കിട്ടാം. മാറ്റിക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കും. ഇതൊരു രീതിയിൽ ഇതിൻ്റെ ഒരു നല്ലൊരു ആഗ്രഹമാണ് ഇവിടെയൊക്കെ ഉണ്ടാക്കാൻ. പക്ഷേ കസിന് സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം മുളിയറുമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളും ക്ലീനാക്കി, സ്മോക്കൊക്കെ ഇട്ട് ഫുള്ളും ക്ലീനാക്കിയിട്ടാണ് ഇവിടെ ഈ എയർമാടം നിർമ്മിച്ചത്. ഇതാണ് ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്വന്തം കിളി കേട്ടോ. അതിന് നമ്മൾ കൂടൊക്കെ സെറ്റാക്കി എടുക്കും. നമുക്ക് കൂട് കാണിച്ചു തരാം. ഇതാണിത് കൂട്, ഇത് മറ്റേ കൂട്. പിന്നെ നമുക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വൈകുന്നേരം സമയത്ത് നിങ്ങൾക്ക് പൊളിച്ചൊക്കെ നല്ല കോടമഞ്ഞ കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് സുഖമായിട്ട് ഇരുന്ന് നല്ല ഒരു എക്സസൈസ്. ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ചാടി കളിക്കാൻ നിൽക്കുക. ഇതൊക്കെയാണ് വ്യൂ ഗൈസ്. നമുക്ക് വ്യൂ കാണിച്ചു തരാം. അതാണ് നമ്മളെ വ്യൂ. ഇത് മൊത്തം നമ്മളെ വ്യൂ കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തില്ല. ആ സ്ഥലത്ത് തന്നെ ഒരു നല്ലൊരു വ്യൂ തന്നെയാണ്. അടിപൊളി പാടെന്ന് പറയാൻ പറ്റും. അടിപൊളി ഒരു വയലിൻ്റെ മാതിരത്തൊക്കെ ഒരു സാധനമാണ്. അടിപൊളി. നമുക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ കാണാം. പിന്നെ നമ്മളെ തൊട്ടടുത്ത് നമ്മളെ ഒരു മരമൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ മരമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഏകദേശം നമ്മൾ ഈ വ്യൂ കാണാം. പിന്നെ നമുക്ക് തൊട്ടടുത്ത് നമുക്ക് വിശക്കുമ്പം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാങ്ങ ഒക്കെ തിന്നാം. അവിടെ മാംഗോ ട്രീ ഉണ്ട്. അപ്പം നമുക്ക് അവിടുന്ന് മാംഗോ എടുത്തിട്ട് നമുക്ക് തിന്നാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതാണ് നമ്മളെ വ്യൂസ്. ഇതാണ് നമ്മളെ വ്യൂസ് ഗൈസ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ അറിഞ്ഞാലോ? അപ്പോൾ നമുക്ക് നിങ്ങൾ പുറത്തേക്ക് വരും. അപ്പം നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് സെറ്റാക്കിയത്, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയതൊക്കെ പുറത്തുനിന്ന് പറഞ്ഞുതരാം. ഇത് നമ്മളെ എന്താ വെച്ചാൽ ഇതാണ് നമ്മളെ, നിങ്ങൾക്ക് ഇവിടെ ഒരു ജാതി സ്മെല്ലാണ് ഈ സാധനം വെച്ചപ്പം. സ്മെല്ലെല്ലാം പോയിട്ട് നല്ല സ്മെല്ല് വന്ന്. ഇത് പിന്നെ നമുക്ക് കീച്ചേൻ്റെ ഈ സാധനം പോയപ്പോൾ നമുക്ക് ഡെക്കറേഷന് വേണ്ടി നമ്മൾ ഈ കയറിൻ്റെ നൂലില്ലേ, അതിങ്ങനെ നമ്മളിങ്ങനെ വെച്ചെടുത്തിന് സ്ട്രൈറ്റിൽ നിന്നോലും അങ്ങോട്ട് പിന്നെ വേഗം ഒന്നും വിഗൊന്നും ചെയ്യില്ല. ഇത് പിന്നെ നമുക്ക് ഇതിൽ നല്ല ഉറപ്പാണ്. ഇതാ നമുക്ക് പുറത്തുനിന്ന് ബാക്കി കാലിൻ്റെ ഇതൊക്കെ കാണിച്ചാൽ നമുക്ക് പുറത്തേക്ക് പോവാം. പിന്നെ നമ്മൾ ഓനക്ക് നമ്മൾ ഇറങ്ങാനൊരു സ്റ്റാൻഡും വെച്ചിന്. വല്ല കുഴപ്പമില്ലാത്ത ഒരു 8.5 കുറേ വെയിറ്റൊക്കെ ഈ സ്റ്റാൻഡിന് കൊള്ളുമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ സ്റ്റാൻഡിൽ വന്ന് ഇങ്ങനെ കുടിച്ചിട്ട് ഇറങ്ങാം. ഇത് വെച്ചാൽ നമ്മളെ വാതിൽ കട്ടിലൊക്കെ ഉണ്ടാവില്ലേ? വാതിലല്ല, കട്ടിലിൻ്റെ കാലാണ്. നല്ല ഉറപ്പുള്ളതാണ്. ഇപ്പോൾ കൊടുത്താൽ നല്ല പൈസ കിട്ടും.
അത് നമുക്ക് ഇരിക്കാനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു കാലും കൊടുത്തതിന്. പക്ഷെ നമുക്ക് ഇത് ഉകുമ്പോൾ ഇതിന് ഈ കാലിന് കുറച്ച് വെയിറ്റ് കൊടുക്കണ്ട. ഇത് കല്ലിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതേ സെയിമാണ് ഇവിടെയും അവിടെയും. നമുക്ക് അവിടെ തന്നെ എനിക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ സാധനത്തിന് വെയിറ്റ് കൊടുക്കാനാണ് കൊടുത്തത്. അതും അതിന് ആ കവുങ്ങിന് വെയിറ്റ് കൊടുക്കാനാണ് ആ കല്ല് അവിടെ കെട്ടിക്കൊടുത്തത്. ഇത് വെച്ചാൽ ഈ സാധനം വെച്ചാൽ 2 കവുങ്ങുമ്മലും ഒരു മാവിൻ്റെ കൊമ്പുമ്മലുമാണ് നമ്മളെ ഏർമാടം സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ വെച്ചാൽ 2 കവുങ്ങിൻ്റെ ഇതുമ്മലും ഒരു മാവിൻ്റെ കൊമ്പുമ്മലുമാണ് ഇത് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ഏർമാടത്തിൻ്റെ വിശേഷമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ ട്രീ കാണിച്ചു തരാം. മാംഗോ ട്രീ കാണിച്ചു തരാം. ഇവിടെ കുറേ മാങ്ങകളുണ്ട്. ട്രീ ഏകദേശം ഒരു എൻ്റെ അനിയത്തിൻ്റെ 2ാമത്തെ അനിയത്തിൻ്റെ വീടാണിത്. അതിൻ്റെ ഒരു 1/2 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഈ മാങ്ങ ട്രീ വരുന്നത്. പച്ച മാങ്ങ, പൗത്ത മാങ്ങ, എല്ലാ മാങ്ങയും ഇതിലുണ്ടാവേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോമ്പറൊക്കെ വരുന്ന ഒരു പൗത്ത മാങ്ങ അരച്ചിരുന്നു. ഈ പ്രാവശ്യം നമ്മളിങ്ങനെ പറിക്കലുണ്ട്. നമുക്ക് പറിക്കണ ജ്യൂസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പറിച്ചാലോ മാങ്ങ? നമുക്ക് മാങ്ങ പറിക്കാം. നമുക്ക് മാങ്ങ പറിക്കാലോ? നമുക്ക് റോട്ടി പടത്ത അപ്പം നമുക്ക് ചാടിക്കോ. ചാടിയല്ല അവിടുന്ന് പറിച്ചു കൊന്ന് കൂടെ അങ്ങനെ പോയിട്ട് പറിച്ച് കാണിച്ചു തരാം. ഞാനും വരാം. നമ്മൾ പാട്ടിൽ നിന്ന് ഇറങ്ങിക്കാട്ടെ. നമ്മൾ മാങ്ങ നിങ്ങോട്ട് കാണിച്ചിട്ട് അവിടെ വെള്ളമുണ്ട്. പക്ഷേ അതുണ്ടാ ടീച്ചർ നമ്മളെ വ്യൂ പോയിന്റ് കാണിച്ചു. ഇവിടെയാണ് നമ്മളെ വ്യൂ പോയിന്റ് വരുന്നത്. നമുക്ക് മാങ്ങ നമുക്ക് മാങ്ങ ഏകദേശം പറിച്ചേക്കാം. മാങ്ങ കുറച്ചിന് ഇതാണ് നമ്മളെ മാങ്ങ. ഇനി നമുക്ക് നോക്കാതെ നേരെ മസാല അടിക്കാൻ പാടില്ല. ഇതാണ് നിങ്ങൾക്ക് മാങ്ങ. നമുക്ക് കയറാം. ഇതാണ് നമ്മളെ മാങ്ങ. പച്ചമാങ്ങയാണ്. നമുക്ക് മസാല അടിച്ച് തിന്നാം. മസാല അടിച്ച് തിന്നട്ടോ. മസാല അടിച്ച് തിന്നാം. നമുക്ക് നമ്മൾ കറൊക്കെ മേലാവും കിട്ടി. നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കണം കേട്ടോ. ഇതിൻ്റെ എൻ്റെ കസിൻ്റെ മോളാണ്. കസിൻ്റെ മോളെ. അപ്പം നമുക്ക് വേഗം മസാല ചെയ്യാം. എടാ കണ്ടാല് നമ്മൾക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് മസാല അടിക്കുന്ന കാണാം. നമുക്ക് മസാല അതാണ് എൻ്റെ വീട് ഇതാണ്. ഈ വീട്ടിന് എൻ്റെ കസിന് നിൽക്കാൻ വന്നതാണ്. നമുക്ക് മസാല നമുക്ക് മസാലൻ്റെ ഇൻഗ്രീഡിയൻ്റ് എങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പ്
ഉപ്പാണ് നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നത്. നമ്മൾ മൂന്നാളുണ്ടായിട്ട് കുറേ ഉപ്പായിക്കോട്ടെ, ഇത്ര ആയിക്കോട്ടെ ഉപ്പ്. നമുക്ക് മുളക് എടുക്കാം. ചില്ലി മുളക്, ഫ്രഷ് മുളകാണ്. നമ്മളെ ചില്ലി മുളകാട്ടോ, നല്ല ഫ്രഷ് മുളകാട്ടോ. ഇത്രയൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പം നമുക്ക് എണ്ണൻ്റെ പകരം നമ്മൾ സുർക്കയാണ് ഒഴിക്കുന്നത്. ഒരര കപ്പൊക്കെ മതിയാവൂലേ? ആ മതി. നമുക്കൊന്ന് മിക്സ് ആക്കാം. നമ്മൾ മുളകും പൊടി ഉപ്പും കൂടണം. അപ്പം നമുക്ക് ഇത് കുറച്ചും കൂടി മുളക് കൂടാം. നമ്മളിവിടെ നല്ല മുളക്, ഫ്രഷ് മുളക് അരിച്ചെന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മുളകൊക്കെ കുറച്ചുകൂടി പുറത്തേക്കൊക്കെ പോകണ്ട്. ഒക്കെ സെലീസ് നമുക്ക് ക്ലീൻ ആക്കാം ലാസ്റ്റ്. നമുക്ക് മസാല ഏകദേശം റെഡി ആയിരിക്കുന്നു. അപ്പം നമുക്ക് പുറത്ത് പോയാലോ? നമുക്ക് മാങ്ങ എടുത്തിട്ട് നേരെ മരത്തിൻ്റെ മുകളിൽ മസാല അരിയണം. മരത്തിൻ്റെ കയറി തിന്നാലോ? ചിന്തല കേട്ടോ. മാങ്ങ തിന്നാം. നമുക്ക് ഇനി മാങ്ങ തിന്നാൻ തുടങ്ങാം. ഇതാ നമ്മളെ മാങ്ങ. കടിക്ക് ആദ്യം കടിക്കടാ. കടിക്ക് ആദ്യം മാങ്ങ കടിക്ക്. നമ്മളെ ക്യാമറമാൻ തിന്നാം. ക്യാമറാമാൻ്റെ പേര് അനീനാട്ടോ, എൻ്റെ പേര് ഫാദി കേട്ടോ. നമ്മളെ കസിൻ്റെ മോളാണ്. ഓന്ന് തിന്നിട്ട് അവളെ പേരും ദൗമാണ് കേട്ടോ. നമുക്ക് തിന്നാലോ? നമ്മൾ മൂന്നാളും കൂടി എടുത്തു തിന്നു. നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ ഇതാട്ടോ നമ്മളെ മസാലക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് വെച്ചാലും ഉപ്പ്,
മുളക്, ഉപ്പ്, മുളക്, കുറച്ച് സുർക്ക. ഇവിടെ നമ്മൾ എണ്ണ ഉപയോഗിക്കില്ല, സുർക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് സുർക്ക ഉണ്ടായതിന് കുറച്ച് ടേസ്റ്റ് കൂടും. നമ്മളെ ഈ വീഡിയോ അവസാനിക്കുന്നതാണ് ഗൈസ്.